ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതായിരിക്കാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ പുതിയതാണല്ലോ പഠിക്കുന്നതെന്നുള്ളത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പകുതി എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മറന്നു പോകും. സെക്കൻഡ് ടേമിലെ പോർഷൻസ് പഠിക്കുമ്പോഴത്തേക്ക് ഇത് നൈസിന് മറക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്, മറന്നു പോകാതിരിക്കാനായിട്ട്. ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേ കാണുന്ന പോലെ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷേ അതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുക്കുമോ ഇല്ലയോ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്. നമുക്കപ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. നിങ്ങൾക്ക് ഇത് അറിയാവുന്നതായിരിക്കും. ഇതൊക്കെ സിമ്പിൾ സംഭവം എന്നുള്ളതായിരിക്കും. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറയുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നോർമലി നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുമല്ലേ 2:1 അല്ലെങ്കിൽ 2:1:1 അല്ലെങ്കിൽ 3:4:3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കും. പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായതുകൊണ്ടായിരിക്കും. അപ്പം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആയിരിക്കും പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇതേപോലെ കുറച്ച് സംഭവങ്ങളുണ്ട്. എല്ലാം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസ് വരുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കത്തില്ല. ആൻഡ് അതേപോലെ വരുന്ന സംഭവമാണ് സാലറി ഓർ അതർ റെമ്യൂണറേഷൻ. അതർ റെമ്യൂണറേഷൻ എന്ന കമ്മീഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. ബട്ട് പാർട്ട്നേഴ്സിന് കിട്ടുന്ന എന്ത് കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ ആണെങ്കിലും അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല സാലറി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഈ പറയുന്ന സാലറി റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കത്തില്ല. ആൻഡ് നെക്സ്റ്റ് വൺ സെയിം തന്നെ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതേപോലെ സാലറി റെമ്യൂണറേഷൻ, ഇതെല്ലാം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. ആൻഡ് ഓൾസോ ഓർക്കേണ്ട സംഭവം എന്താണ്? ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്തായിരിക്കും? നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങളും പാർട്ട്നേഴ്സിന് കൊടുക്കത്തില്ല. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണത്തില്ല. ചിലപ്പോൾ തിയറി ആയിട്ടായിരിക്കാം, പ്രോബ്ലം ആയിട്ടായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫേം എടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് അത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലും, ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്? 6% ആയിരിക്കും. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്, അതിലിപ്പോൾ 10% ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ മിനിമം അവർക്ക് കൊടുക്കുന്നത് എത്ര ആയിരിക്കും? 6% ആയിരിക്കും. സോ ഇത്രയാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതും, അറ്റ് ദ സെയിം ടൈം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട് പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. സോ 2 കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് വരുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്.